നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് സാരി കളക്ഷൻസ് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ കുഞ്ഞ് ബെഡ്റൂം, നമ്മുടെ വാർഡ്രോബ് എങ്ങനെയൊക്കെയാണ് വെച്ചിരിക്കണം എന്നൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അത് നമ്മുടെ ശീലമാണ് എന്ന് പറയും നമ്മളല്ലേ. നമ്മുടെ വാർഡ്രോബ്, നമ്മുടെ ഡ്രസ്സുകൾ ഒതുക്കി വെച്ചിരിക്കുന്നത്, നമ്മുടെ വീട് ഒതുക്കി വെച്ചിരിക്കുന്നത് നമ്മളുടെ ബിഹേവിയർ എങ്ങനെയാണോ അതുപോലെയാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ഈ കുഞ്ഞു റൂമാണ്. ഹോം ടൂർ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട് പലയിടത്തു നിന്നും കാണുമ്പോൾ ഹോം ടൂർ വീഡിയോ ചെയ്യുമെന്ന് പുതിയ മെമ്പേഴ്സ് കാണുമ്പോൾ ചോദിക്കാറുണ്ട്. പക്ഷേ ആക്ച്വലി നമ്മൾ ഹോം ടൂർ വീഡിയോ 1.5 വർഷം മുന്നേ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പോസ്റ്റ് ചെയ്ത് തരാം. പക്ഷെ അതിൽ നിന്നൊക്കെ കുറേ മാറ്റങ്ങൾ വന്നു. ഇന്റീരിയറിൽ വലിയ ചേഞ്ചസും വന്നിട്ട്, പക്ഷെ പുറത്തൊക്കെ കുറച്ച് അടികളും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ വെച്ചു നമ്മുടെ വീടിന്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ കുറച്ച് സാരി കളക്ഷൻസ് ആണ്. സാരീസാണ് ഏറ്റവും കൂടുതലുള്ളത് എനിക്ക്, അതുകൊണ്ടാണ് സാരി കളക്ഷൻ എന്ന് പറഞ്ഞത്. കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, കുറച്ച് ഡാർക്ക് തീമിനോടാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. കുറച്ച് റെഡ്, കുറച്ച് മെറൂൺ, അങ്ങനെയുള്ള എന്ന് വെച്ചാൽ ശ്രീ എപ്പോഴും പറയും അങ്ങനെ എടുക്കല്ലേ, പ്ലസൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്യൂ എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ഇഷ്ടം ആ ഒരു ഡാർക്ക് തീം. നമ്മൾ പറയും, അമ്മ എപ്പോഴും സാരി കടയിൽ കൊണ്ടുപോകുമ്പോൾ അമ്മ പറയും, ചില കാറ്റഗറി സാരികളുണ്ട്, ബ്രാഹ്മിൻസ് കൊടുക്കുന്ന സാരി, പട്ടന്മാർ കൊടുക്കുന്ന സാരി എന്നൊക്കെ പറയും. അപ്പോൾ അത് കേട്ടിട്ടാണോ എന്നറിയില്ല, ആ ഒരു ടൈപ്പ് കളക്ഷൻസ് ഉള്ള സാരീസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഈ 2 സെക്ഷനിലുള്ളതാണ് എൻ്റെ സാരീസ് എന്ന് പറയുന്നത്. പിന്നെ ഈ 2 ബോക്സിലുണ്ട്. അപ്പോൾ അത് ഞാൻ കുറേശ്ശെ എല്ലാം ഒന്നും വലിച്ചു വാരിട്ട് കാണിക്കുന്നില്ല. കുറച്ച് പേര് ചോദിച്ചിരുന്നു സാരീസ് എങ്ങനെയാണ്. പക്ഷേ ഒരുപാട് ഡ്രസ് സെൻസ് അങ്ങനെയുള്ള ആളൊന്നുമല്ല, കൂടുതലും കോട്ടൺ ടൈപ്പ് സാരീസാണ് ഇഷ്ടം. പിന്നെ ഒരു നഗ്ന സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കൂടുതൽ ഇങ്ങനെ ഈ എന്താ പറയുക, മുറിച്ച് വാങ്ങുന്ന മെറ്റീരിയലാണ്. സാരി ആയിട്ട് ഇരിക്കുന്ന മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ വളരെ കുറവാണ്. ഞാനിപ്പോൾ ഉടുത്തിരിക്കണമെന്ന് പറയാം, ആക്ച്വലി കടയിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം, ലെഫ്റ്റ് സൈഡിലൊക്കെ തന്നെ കുറച്ച് സെക്ഷൻസ് വെച്ചിട്ടുണ്ട്, റണ്ണിങ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ ഒരു 5.5 മീറ്റർ, ഇനി ഞാൻ ഹൈറ്റുള്ള ഒരു 6 മീറ്റർ ഒക്കെ ഞാൻ മുറിച്ച് വാങ്ങിച്ച് അതിൻ്റെ ബ്ലൗസിൻ്റെ തുണി എക്സ്ട്രാ എടുത്തിട്ടാണ് ഞാൻ ആക്ച്വലി വെക്കുന്നത്. അപ്പോൾ കൂടുതൽ സാരീസും എനിക്കുള്ളത് സാരി ആയിട്ടിരിക്കുന്നതല്ല, ഇതുപോലെ ഞാൻ കട്ട് പീസസ് മുറിച്ച് വാങ്ങിച്ചിട്ട് അതിൻ്റെ അരിയൊക്കെ അടിച്ചിട്ടാണ് എൻ്റെ സാരീസ് എന്ന് പറയുന്നത്. മുകളിലും കുറച്ച് അടുക്കി വെച്ചിട്ടുണ്ട്, താഴെയും കുറച്ച് അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെതായ ബ്ലൗസുകൾ കാര്യങ്ങൾ നമ്മളെപ്പോഴും നീറ്റായിട്ട് ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ എടുക്കാൻ ഇങ്ങനെ സുഖമാണ്. അതൊക്കെ തേച്ചിട്ട് വെക്കുന്ന ബ്ലൗസുകളാണ് എനിക്കിങ്ങനെ വേണമെങ്കിൽ. ഞാൻ ആദ്യം കുറേ പരീക്ഷിച്ചിട്ടുണ്ട്, ആക്ച്വലി 1.5 വർഷത്തോളം ഞാനിത് കുറേ പരീക്ഷിച്ചു. ഇവിടെ കുറേ നാളിട്ട് ഇവിടെ കുറച്ച് ഡ്രസ്സുകൾ കൂടുതൽ റൂമിൻ്റെ ഉള്ളിൽ കൂടി കിടക്കുകയാണെങ്കിൽ, പലരും കണ്ടിട്ടില്ലേ വീടിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ അഴയിൽ, പിന്നെ സോഫയിൽ, കട്ടിലിൽ ഒക്കെ ഇങ്ങനെ ഡിസ്പ്ലേ പോലെ ഇട്ട് വയ്ക്കും. സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുക. കുറേ എനർജിയാണ് അവിടെ നിൽക്കുക എന്ന് പറയും. നമുക്ക് ഒന്നും പണിയെടുത്താലും തീരില്ല എന്ന് പറയാം അങ്ങനെയുള്ള വീട്ടിൽ. പാത്രങ്ങളും വസ്ത്രങ്ങളുമാണ് ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ ഹോം ആരാണോ ടേക്ക് കെയർ ചെയ്യുന്നത് അവർക്ക് പ്രഷർ ഉണ്ടാക്കണമെന്ന് സത്യമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചോദിച്ചാൽ ഒരു 6 മാസം കൂടുമ്പോൾ ഡ്രസ്സസൊക്കെ ഡിക്ലറ്റർ ചെയ്യും. അത് എൻ്റെ ഒരു ശീലമാണ്. കാരണം എനിക്ക് പറ്റാത്തത് പറ്റുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും. ഇല്ലെങ്കിൽ വല്ലാണ്ട് പഴയതൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഷൂട്ടിന് കൊടുക്കുന്ന സാരീസൊക്കെ എനിക്ക് കളയേണ്ടി വരും. കാരണം ഒന്നില്ലെങ്കിൽ മഞ്ഞൾക്കറയാവും, ഇല്ലെങ്കിൽ നമ്മുടെ എണ്ണക്കറയാവും, ഇല്ലെങ്കിൽ തീ എന്തെങ്കിലും കരി എന്തെങ്കിലുമൊക്കെ പിടിക്കും. അപ്പോൾ അത് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സാരിയിലൊക്കെ ഒരു പ്ലെയിൻ സാരിയുടെ ഒരു കളർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ എണ്ണയുടെ തുണി തുടയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറേയൊക്കെ അങ്ങനെ പോവും. പക്ഷെ എന്നാലും മോസ്റ്റ് പ്രോബബ്ലി ഞാൻ അത്യാവശ്യമൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ആളാണ് കേട്ടോ. പിന്നെ ഈ സെക്ഷൻ ഫുള്ള് സാരീസാണ്. അതിൽ കോട്ടനും മറ്റേ പോളി കോട്ടൺ ടൈപ്പൊക്കെയാണ്. പോളിസ്റ്റർ അങ്ങനെ അധികം ചൂസ് ചെയ്യാറില്ല. പിന്നെ എല്ലാ സാധനങ്ങളും എടുക്കുമ്പോൾ, കണ്ടെയ്നേഴ്സ് എടുക്കുമ്പോൾ കൂടുതലും പ്ലാസ്റ്റിക് യൂസ് ചെയ്യാതെ, ഇതൊക്കെ ബാമ്പൂ നിങ്ങൾ ഒരുപാട് ആമസോണിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ സംഭവങ്ങളാണ് ഓരോന്ന് എടുത്ത് ഡിസ്പ്ലേ ആക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സാരിയുടെ ഉള്ളിൽ തന്നെ ഈ ഒരു സെക്ഷനിൽ ഫുള്ള് സാരി, സ്കേർട്ട്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ബ്ലൗസസ്, ഇതൊക്കെയാണ് ഈ സെക്ഷനിൽ ഇരിക്കട്ടെ കേട്ടോ. അതിങ്ങനെ തുറന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒരു ചന്തം. ഇത് ഒരുപാട് സൂം ചെയ്യണ്ട. ഇത് എന്താ പറയുക, അണ്ടർ സ്കേർട്ട്സും പിന്നെ ഇത് വേറെ ബ്ലൗസ് കളക്ഷൻസ്, മറ്റേ ബ്ലൗസുകൾ തേച്ച് വയ്ക്കും. ബ്ലൗസുകൾ ഞാനിപ്പോൾ ഇടുന്നത് അത്രയും എന്താ പറയുക തേച്ചൊന്നും ആയിരിക്കില്ലെങ്കിലും ബ്ലൗസുകൾ ഇങ്ങനെ കുമിഞ്ഞൂടി കിടക്കണ കാണുമ്പോൾ ഞാൻ തേക്കാൻ കൊടുക്കും. തേച്ചിട്ട് വൃത്തിയായിട്ട് ഇടും. കാരണം മാഷിന് സ്കൂളിൽ പോണ സമയത്ത് തേച്ചിട്ട് ഇടാൻ പറ്റുള്ളൂ എല്ലാ ഷർട്ടും ഒക്കെ. മുകളിൽ വെച്ച പണിയാവും. ഇനി അധികം ഒരുപാട് യൂസ് ചെയ്യാത്ത സാരികളുണ്ടാവും. അതായത് എന്തെങ്കിലുമൊക്കെ ഒക്കേഷൻസിന് പോകുമ്പോൾ, അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഉടുക്കാൻ പറ്റുന്ന സാരികൾ വേറെ, ഇങ്ങനെ പട്ടുകൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, സെറ്റ് സാരി സംഭവങ്ങളൊക്കെ, അതൊക്കെ വേറെ അടുക്കി വയ്ക്കും. ഇതൊക്കെ യൂഷ്വലി ഇങ്ങനെ വന്നിട്ട് ഒരെണ്ണം ഇങ്ങനെ എടുക്കും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ആക്ച്വലി 3 ഉണ്ട് കേട്ടോ. ഒരൊറ്റ സാരി അല്ല, ഒറ്റ ഹാങ്ങർ, ഒറ്റതല്ല 3ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഇതുപോലത്തെ ഹാങ്ങേഴ്സ് മേടിക്കുമ്പോൾ എളുപ്പമാണ്. നമുക്ക് ഒരെണ്ണം 2 എന്താ പറയുക 3 ഒറ്റ സ്ട്രെച്ചിന് നമുക്ക് ഇടാൻ പറ്റും. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ സാരീസ്. പിന്നെ താഴെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
കുർത്താസൊക്കെ ഉണ്ടാവുമല്ലോ, കുർത്തകൾ, അതിൻ്റെ പാൻറ്റുകൾ, ഷോളുകൾ, അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് ഏറ്റവും താഴ്ത്തിരിക്കണം. ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് വെച്ചാൽ ഇങ്ങനെ തന്നെയാണ്, എനിക്കിങ്ങനെ തന്നെ ഇരിക്കണം, എന്നാലാണ് എനിക്ക് എടുക്കുമ്പോൾ ഒരു സമാധാനം. പിന്നെ അമ്പാടി ഡ്രോ തുറന്നു കഴിഞ്ഞാൽ പണിയാണ്. കാരണം ഇതിനുള്ളിലാണ് നമ്മുടെ എന്താ പറയുക ലിപ്സ്റ്റിക്കുകൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ആരോ പറഞ്ഞിരുന്നു ശ്രുതി ഇത്ര മേക്കപ്പ് ഒന്നും ഇടല്ലേ, ലിപ്സ്റ്റിക്കൊക്കെ കുറച്ച് യൂസ് ചെയ്യും, ഇതൊന്നും ഇല്ലെങ്കിലും ഭംഗിയല്ലേ എന്നൊക്കെ. പക്ഷെ എന്താണെന്നറിയില്ല, നമുക്ക് കോംപ്ലക്സ് ഉള്ള ചില ഭാഗങ്ങളുണ്ടാവും നമുക്കല്ലേ, അത് നമ്മളിങ്ങനെ മൂടി പിടിപ്പിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് പറയും ഇല്ലേ, മൂടി പിടിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണെന്ന് വിചാരിച്ചാൽ മതി ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ ചൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സെക്ഷൻ അങ്ങനെ വലിയ കാര്യമായിട്ട് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ വീട്ടിൽ വെച്ചിടുന്ന കുറച്ച് സംഭവങ്ങളും, പിന്നെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് വാരി വലിച്ചു കൊടുക്കാൻ പറ്റുന്ന സെറ്റ് മുണ്ട്, സെറ്റ് സാരികൾ, പിന്നെ ചിലങ്കകളൊക്കെ അതൊക്കെ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ചിലങ്കയൊക്കെ ഞാൻ അപ്പുറത്തെ ഷെൽഫിലാണ് വെച്ചിരുന്നത്, പക്ഷേ അത് മുകളിലെടുത്ത് കളിച്ചതിന് മണിയൊക്കെ വലിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറ്റി വെച്ചേക്കാണ്. പിന്നെ ഈ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ. ഇതിപ്പം അപ്പുറത്ത് നമുക്ക് ഇതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ നമുക്കറിയാലോ ഉണ്ടാക്കുന്നത് നമ്മുടെ തൊട്ടപ്പുറത്താണ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സാധാരണ താഴെ ഇരിക്കുന്നതൊക്കെ എൻ്റെ ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അതായത് നമ്മൾ ഡെയിലി നൈറ്റ് വെയേഴ്സും അല്ലെങ്കിൽ ഡെയിലി നമ്മൾ വീട്ടിലൊക്കെ പെടുന്ന സാധാരണ ഡ്രസ്സുകൾ അതൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ ഇട്ടിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും വരും. ചിലർ എന്താ വെച്ചാൽ നമ്മളുടെ വീടിനോടുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഓടി വന്നിട്ട് വീട് ഇങ്ങനെ തുറക്കും, കോളിംഗ് ബെൽ അടിക്കും. അപ്പം ഞാൻ നിൽക്കുന്ന ചിലപ്പോൾ കൂറ പിടിച്ച വേഷത്തിലായിരിക്കും. അവർ ചിലപ്പോൾ യൂട്യൂബിൽ കാണുന്ന സാരിയൊക്കെ കൊടുത്ത് കാണുന്ന എന്തോ സംഭവം, പക്ഷെ അതല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ നൈറ്റിലേക്ക് ഇടും, നൈറ്റിൽ ഇടാൻ പറ്റുള്ളൂ. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലത്തെ ചുരിദാറുകൾ എടുത്തിടണം. അതുകൊണ്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് വെപ്പിച്ചിരിക്കണമെന്ന് മാത്രം, ഒക്കെ കോട്ടൻ്റെ തന്നെയാണ്. പിന്നെ ഇതുപോലത്തെ പാർട്ടീഷൻ നമുക്കറിയാലോ, ഇങ്ങനെ കണ്ടിട്ടുണ്ടോ, ഇത് കിട്ടും. ഇത് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ മതി, ഒരെണ്ണം പിക്ക് ചെയ്യാം, പിന്നെ അടുത്തതുണ്ടെങ്കിൽ അതങ്ങനെ പിക്ക് ചെയ്യാം, ചീത്തയാവില്ല. ഒരെണ്ണം വലിച്ചെടുക്കുമ്പോൾ എല്ലാം കൂടെ ആകെ കുഴഞ്ഞ് മഴഞ്ഞ് കിടക്കില്ല. ഇതൊക്കെ എൻ്റെ ചുരിദാർ കളക്ഷൻസാണ്. പിന്നെ മുകളിൽ ബാഗുകൾ, സാധാരണ അത് ഒരുപാട് അങ്ങനത്തെ എന്താ പറയുക കളക്ഷൻസ് ഒന്നുമില്ല. കാരണം ഒരു ബാഗ് അതിൻ്റെ ഉള്ളിൽ പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാരി എടുക്കും എന്നല്ലാണ്ട് അത്രമാത്രം. ഇനി ഈ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇന്നറുകളും സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ അത്യാവശ്യം പെറ്റിക്കോട്ടുകളും പിന്നെ നൈറ്റിൽ നമ്മൾ ഇടുന്ന കുറച്ച് ഡ്രസ്സുകളൊക്കെയാണിത്. ഇത് മാത്രമല്ല, പുറത്തുണ്ട്, അതിന് ആഴയിൽ കിടക്കുന്നുണ്ട്, കുറച്ച് മടക്കാൻ കിടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ ഇത് തോർത്ത് മുണ്ടുകളാണ്. ഇത് ഇങ്ങനെ അടുക്കി പെറുക്കി മടക്കി വെച്ചിരിക്കണല്ലോ, പുതിയതായതുകൊണ്ട് വെച്ചതാണ്. അമ്മ എപ്പോഴും കർക്കിടക മാസം ആകുമ്പോൾ ആടി സെയിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന സംഭവങ്ങൾ തോർത്ത് മുണ്ടുകൾ, ഇന്നേഴ്സൊക്കെ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരിക. ഈ ഞങ്ങൾ ചുരിദാറൊക്കെ എടുക്കാൻ വേണ്ടി പോകണം, പക്ഷെ അതൊന്നും ആയിരിക്കില്ല കിട്ടാമെന്ന് പറയും. ഇത് മാറ്റി ഉപയോഗിക്കണം എന്ന് പറയും. അമ്മമ്മ എപ്പോഴും, എൻ്റെ അമ്മയുടെ അമ്മ എപ്പോഴും ഇങ്ങനെ ഈ എന്താ പറയുക ഈ തോർത്ത് മുണ്ടുകളും സംഭവങ്ങളൊക്കെ അമ്മയുടെ മുണ്ടൊക്കെ പുഴുങ്ങിയാണ് എടുക്കുക. അതായത് കലത്തിൽ പുഴുങ്ങും, സോപ്പൊടി ഇട്ടത്. എത്ര പേർക്ക് അറിയാമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പുഴുങ്ങിയെടുക്കും. ഇന്നിപ്പോൾ നമുക്ക് സ്റ്റീം വാഷ് സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മളുടെ വാഷിംഗ് മെഷീൻ, പക്ഷെ എന്നാലും അത് പ്രത്യേക മണമാണ്. അതിനെ പുഴുങ്ങിയെടുത്തിട്ട് അലക്കിയിടുന്ന മുണ്ടിന് നല്ല ഭംഗിയും ഒരു മണമുണ്ട്. അന്നത്തെ ആൾക്കാരൊക്കെ ശരിക്കും ഇപ്പോഴും എൻ്റെ അമ്മമ്മയൊക്കെ അച്ഛമ്മയ്ക്കൊക്കെ വയസ്സായെങ്കിലും അവർ മെഷീൻ വാഷ് ഒന്നും ചെയ്യില്ല. അവർ സാധാരണ കൈകൊണ്ട് അലക്കിയിട്ട് അത് റാണിപ്പാലൊക്കെ ഉണ്ടായില്ല പണ്ടത്തെ, ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു, ഇപ്പോൾ അതൊക്കെ ആരാ ചെയ്യണ അറിഞ്ഞൂടാ. അങ്ങനെ സാധനത്തിലൊക്കെ അതൊക്കെ മുക്കി പിഴിഞ്ഞിട്ട് അത് അതിൻ്റെ പ്രത്യേക മണമാണ്. മടക്കി വയ്ക്കുമ്പോഴും അത് എടുക്കുമ്പോഴും കാണാനൊരു ചന്തമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തോർത്ത് കൊണ്ടുകൾ മഴക്കാലമൊക്കെ ആവുന്ന സമയത്ത് നല്ലപോലെ ഈർപ്പം ഈ കരിമ്പിനൊക്കെ അടിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചൊക്കെ ഞാൻ കത്തിച്ച് കളയും. അല്ലെങ്കിൽ തുടയ്ക്കാനൊക്കെ എണ്ണ വീണ പാടൊക്കെ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ, അപ്പോൾ അവിടെയൊക്കെ തുടയ്ക്കാനൊക്കെ ആയിട്ട് അതൊക്കെ പോവും. അങ്ങനെ ഇത് പുതിയത് റണ്ണിങ്ങിലേക്ക് പോകാൻ വേണ്ടി വാങ്ങിച്ച് വെച്ചിട്ടുള്ളൂ. അത് എത്ര ഭംഗിയിലിരിക്കുന്നുണ്ട്, ഇത്ര ഭംഗിയായിട്ടൊന്നും ഇരിക്കാറൊന്നുമില്ല. അതങ്ങനെ. പിന്നെ ഇത് കുറച്ച് എൻ്റെ എന്താ പറയുക പെറ്റിക്കോട്ടും സംഭവങ്ങളും. കൂടുതലായിട്ടും ഞാൻ ഇങ്ങനത്തെ കുർത്താസ് അതുപോലെ ചുരിദാർ സെറ്റുകളൊന്നും അങ്ങനെ ഒരുപാട് ഉപയോഗിക്കാറില്ല. പുറത്ത് പോകുമ്പോൾ മാത്രം വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കാറില്ല. ഞാൻ കൂടുതലും സാരി തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്നെ കാണാൻ ഏറ്റവും ഇഷ്ടം. ഞാൻ എപ്പോഴും കംഫർട്ടബിൾ ആവുന്ന ഒരു ഡ്രസ്സ്
സാരിയിൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാവുക, നമ്മളിപ്പോഴും പറയില്ല, പുറത്തിടുന്ന സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്ന് പറയും. നമ്മൾ ഉള്ളിലിടുന്ന സാധനങ്ങൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നേരെ തിരിച്ചട വേണ്ടത്. അത് കളയാൻ നമുക്ക് 6 മാസം 7 മാസമൊക്കെ കൂടുമ്പോൾ നമ്മളത് കളയണം എന്ന് പറയും. നമ്മുടെ ഇന്നേഴ്സ്, പാൻറ്റീസ് ആയാലും ബ്രാസ് ആയാലും ഒക്കെ കളയുക. കാരണം അതിലൊക്കെ ഇൻഫെക്ഷൻസ് ഒരുപാട് നമ്മൾ അറിയ പോലും ഇല്ല. പിന്നെ മെഷീനിലൊന്നും അധികം ഇടാതിരിക്കുക. പരമാവധി നമ്മൾ കയ്യിലോ അല്ലെങ്കിൽ ഇട്ടിട്ട് ചെറിയ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ ഡിറ്റർജൻറ്റൊക്കെ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ളതൊക്കെ ഉപയോഗിച്ചതിന് ശേഷം വാഷ് ചെയ്യാൻ നല്ലത്. അത് എനിക്ക് ഇങ്ങനത്തെ എഡ്യൂക്കേഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റ് അയച്ചതിന് ശേഷം കേട്ടോ ഷൈവേയിൽ നിങ്ങൾ ചൂസ് ചെയ്യാൻ. ഇപ്പോൾ ഷൈവയുടെ പ്രൊഡക്ട്സ് ആണ്. ഏകദേശം ഒരു 5 ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ നൈറ്റിൽ നമുക്ക് ഇടാൻ പറ്റുന്ന നല്ല കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ട് അവരുടെ. ശരിക്കും ചൂടെടുക്കാത്ത ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് എപ്പോഴും നൈറ്റിൽ നല്ലത്. ബ്രീത്തബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസാണ് നല്ലത്. നമുക്ക് ഇട്ട് കിടന്നുറങ്ങാൻ കംഫർട്ടബിൾ ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ട്. കയറി നോക്കുക നമ്മുടെ ഷൈവയുടെ സൈറ്റിൽ. പിന്നെ ബ്രാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ട് ഇപ്പോൾ ചിലവരുടെ സൈസ് ഇപ്പം 34 ആയിരിക്കാം, 32 ആയിരിക്കാം, 28 കുട്ടികളുണ്ടാവാം, 36 ഉണ്ടാവാം. പക്ഷേ 38ഉം 36 എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സൈസ് അതല്ല. ശരിക്കും പറഞ്ഞാൽ അറിയാമല്ലോ, കുറേ പേർക്ക് അറിയാം, കുറേ പേർക്ക് അറിയണ്ടാവില്ല. അതിനുള്ളിൽ തന്നെ നമ്മുടെ കപ്പ് സൈസ് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് 34 തന്നെ A ആയിരിക്കാം, ചിലർക്ക് B ആയിരിക്കാം, C ആയിരിക്കാം, D ആയിരിക്കാം. ഇതെന്തുകൊണ്ടാണ് ചോദിച്ചത്, ഒരു എന്താ പറയുക, എന്ന് പറയാനുള്ള കാര്യമോ അല്ലെങ്കിൽ നമ്മളൊരു ഭംഗിക്ക് വേണ്ടി അതൊന്നുമല്ല. ഇത്ര വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ആർത്തവമായി കഴിഞ്ഞാൽ ഇടണം അങ്ങനെയൊന്നുമല്ല. നമുക്കിത് നമുക്കറിയാലോ, ഇതൊരു അത്യാവശ്യം നല്ലോണം ഹോർമോണൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഇതും കൂടെയാണ്. അതിൻ്റെ സൈസ് അനുസരിച്ച് നമ്മുടെ ശരീരത്തിലൊരു അവയവമാണത് ബ്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് വലുതായി വരുന്ന അനുസരിച്ച് നമ്മൾ ഡ്രസ്സ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബ്രാസ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കണം. 2 ചൂസ് ചെയ്യുന്ന കൃത്യമായിട്ട് അറിയണം. കാരണം ഷൈവയുടെ സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ സൈസ് കണ്ടുപിടിക്കാൻ പറ്റും, കപ്പ് സൈസ് കണ്ടുപിടിക്കാൻ പറ്റും, നമ്മുടെ ബസ്റ്റിൻ്റെ സൈസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഷോൾഡറിലെ സ്ട്രാപ്പിൻ്റെ അളവ് വരെ കൃത്യമായിട്ട്. സ്ട്രാപ്ലെസ് ആയിട്ടുള്ള ബ്രാസ് ഉണ്ട് ഇതിൽ. ഞാനൊക്കെ സ്ട്രാപ്പുള്ളതാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ട്രാപ്ലെസ് ഉള്ളത് എടുക്കാം. നല്ല ഭംഗിയുള്ള ബ്രാൻഡുകളുണ്ട്. ഓരോ ഒക്കേഷൻസിനും ഓരോ ഡ്രസ്സിനും ഓരോ ടൈപ്പ് ബ്രാസാണ്. ഇപ്പോൾ സ്പോർട്സ് ബ്രാ ഉണ്ട്, നിങ്ങൾക്കറിയാം, പുഷപ്പ് ബ്രാസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ടൈപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു എക്സസൈസ് ചെയ്യാൻ പോകണം നോക്കി. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒത്തിരി ലേഡീസ് ഇങ്ങനെ ക്ലബ്ബിലൊക്കെ പോകുന്നുണ്ട്, ഹെൽത്ത് ക്ലബ്ബിലൊക്കെ പോകുന്നുണ്ടാവും. അവിടെയൊക്കെ നമ്മൾ സാധാരണ ഇതുപോലത്തെ ബ്രാസും അതൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഒട്ടും കംഫർട്ടാവില്ല. അപ്പോൾ അതൊക്കെ നോക്കി അത്രയും കാര്യങ്ങൾ എഡ്യൂക്കേറ്റഡ് ആക്കിയതിന് ശേഷമാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സൈറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കമ്പനീസ് വരുന്നത് വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കയറി നോക്കൂ. ഷൈവയുടെ ഒത്തിരി ഓഫേഴ്സ് ഉണ്ട്. നമുക്ക് അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അഫോർഡബിൾ പ്രൈസ് മാത്രമല്ല, മെറ്റീരിയൽ ക്വാളിറ്റി പക്കയാണ്. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 15 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈസി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ എന്താ പറയുക അലമാര വിശേഷങ്ങൾ. അപ്പോൾ കഴിഞ്ഞു. ഇതൊക്കെ ഇനി റണ്ണിങ്ങിലേക്ക് പോകാനുള്ള സാധനങ്ങളാണ്. പിന്നെ ഇവിടെ കുറച്ച് കുർത്താസ് നേരത്തെ ഞാൻ കാണിച്ചു തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഡെയിലിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കുർത്താസൊക്കെയാണ്. പിന്നെ എൻ്റെ ചെറിയൊരു ഡ്രോ ഉണ്ട്, കണ്ണട, പിന്നെ വാച്ച് സംഭവങ്ങൾ, ക്രീമുകൾ, പിന്നെ മെഡിസിൻസ്, രാസ്നാദി ചൂർണം, പിന്നെ എന്നിട്ടാ പിന്നെ നമ്മുടെ ചെപ്പ്, ഇത് ഒന്നുമില്ല, ജസ്റ്റ് കൺമഷി സംഭവങ്ങളൊക്കെ ഇങ്ങനെ സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എൻ്റെ കണ്ണിൽ ആദ്യം എഴുതും. അതിന് ശേഷം എല്ലാവർക്കും അതിൽ നിന്നല്ല നിറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞാൻ എഴുതിയിട്ട് കൊടുക്കുകയുള്ളൂ. കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് പേടിയാണ് എന്തെങ്കിലും നീറ്റലോ മറ്റുണ്ടായാലും. അപ്പോൾ അങ്ങനെയുള്ള കൺമഷി ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ വിക്സ് സംഭവങ്ങളൊക്കെ ഇതിങ്ങനെ നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് മൂക്കിൽ വലിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇത് ജവാദ്. ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജവാദ് എന്താണെന്ന് വെച്ചാൽ ജവാദ് ഇത് പൂജ സ്റ്റോഴ്സിലൊക്കെ കിട്ടും. ഇത് ആക്ച്വലി എനിക്ക് ആൽക്കഹോൾ ബേസ് ആയിട്ടുള്ള ഒറ്റ പെർഫ്യൂംസും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ജവാദ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പേസ്റ്റ് കിട്ടും, പൊടി പൗഡേഴ്സ് ഉണ്ട്, പേസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കയ്യിലൊക്കെ വെച്ച് ഞാൻ പോകാൻ. എന്നിട്ടിങ്ങനെ മണത്ത് പോകുമ്പോൾ ഒരു രസം. എന്താ ചെയ്യുക, ഓരോരുത്തർക്കും ഓരോരോ പ്രാന്ത് ഉണ്ടാവുമല്ലോ. അങ്ങനെ വലിയ വിലയൊന്നുമില്ല, പക്ഷേ നല്ലതാണ്. കെമിക്കലില്ല, അതാണ്. അതിന് വരെ കെമിക്കലില്ലാതെ നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യുക. പിന്നെ ഇത് ബെറ്റാഡിൻ സംഭവങ്ങളൊക്കെ. പിന്നെ താഴത്തെ ഡ്രോ എന്ന് പറയുന്നത് എൻ്റെ പാഡുകളും പിന്നെ മെൻസ്ട്രൽ കപ്പും സംഭവങ്ങളൊക്കെ. ഇതൊന്നും ഞാൻ അവിടെ കിച്ചണിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ ഒന്നും സൂക്ഷിക്കാറില്ല, കാരണം അതൊക്കെ പണിയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ വെക്കാത്തത്. പിന്നെ കുഞ്ഞ് പേഴ്സ്, പിന്നെ കുറച്ച് മെഡിസിൻസ് വേറെ ഉണ്ട്. അത് വൈറ്റമിൻസ് അങ്ങനത്തെ കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെയാണ്, എപ്പോഴും കഴിക്കുന്നതൊന്നുമല്ല. പിന്നെ ഐബ്രോക്ക് ഷേപ്പ് ചെയ്യുന്ന നമ്മുടെ എന്താ പറയുക ഇറേസർ അങ്ങനത്തെ സംഭവങ്ങൾ.
റേസർ ഉണ്ട്. പിന്നെ താഴെയുള്ളത് നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഡ്രസ്സുകൾ ഉണ്ടാവില്ലേ, അതിങ്ങനെ ഞാനിങ്ങനെ സെറ്റാക്കി വെച്ചേക്കണം. സെറ്റാക്കി വെക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു ഇങ്ങനെ കിഴിയായിട്ട് ഇങ്ങനെ എടുത്താൽ മതി, ആവശ്യത്തിന് എടുത്തിട്ട് ഉപയോഗിക്കാം. മുകളിൽ നിന്ന് ഇന്നർ എടുത്ത് മറ്റേ തോർത്ത് ഇവിടെ നിന്നല്ല പുറത്തുനിന്ന് എടുത്തിട്ട് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ സെറ്റാക്കിയിട്ട് വെച്ചേക്കാണ്. ഞാൻ സിംഗിളായിട്ട് ടീഷർട്ട്സ് ഒക്കെ എടുക്കുന്നത് വളരെ കുറവാണ്. ഇങ്ങനെ സെറ്റാക്കി എടുക്കുമ്പോൾ നമുക്കത് പോവില്ല. ചെറുപ്പത്തിലൊക്കെ കുറേ കളിയാക്കൽ കേട്ടിട്ടുണ്ട്. കാരണം ശ്രുതി പച്ച ഡ്രസ്സും പച്ച പാവാടിയും മഞ്ഞ ഇതും നീല ഷോളൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇപ്പോഴും ഡ്രസ് സെൻസ് എന്നൊക്കെ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സെറ്റാക്കി മേടിക്കുമ്പോൾ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. പിന്നെ ഇത് കുറച്ച് ബുക്സ് സംഭവങ്ങളൊക്കെ കുറച്ച് ബുക്സുകൾ സംഭവങ്ങൾ ഇടയ്ക്കൊക്കെ വായനാശീലം നല്ലപോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറവാണ്, എൻ്റെ തന്നെ തെറ്റാണ്. അങ്ങനെ സംഭവങ്ങൾ. പിന്നെ കുറച്ച് ലൈഫ് പ്ലാൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ പ്ലാൻസ് വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ലൈവായിട്ടിരിക്കും. നമ്മുടെ ബെഡ്റൂമിൽ എല്ലാ ദിവസവും വരും, ക്ലീൻ ചെയ്യും, ഇവിടെ കിടക്കും പൊടിയൊക്കെ പിടിച്ച്. അപ്പോൾ അങ്ങനെ സംഭവങ്ങൾ. പിന്നെ അമ്പാടിയുടെ ഫോട്ടോ, ചുന്തിരി, പിന്നെ കുറച്ച് ഇങ്ങനെ പോകുന്നതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അമ്പാടിയുടെ ബെഡ്റൂം ആക്ച്വലി ഇത് അമ്പാടി കുത്തി വരച്ചാണ്. എന്താ ചെയ്യുക, രണ്ടാമത്തെ വട്ടം പെയിൻറ്റിങ് കഴിഞ്ഞു. ഇനി ഓണാക്കി ആകുമ്പോഴത്തേനും വീണ്ടും നമുക്ക് പെയിൻറ്റ് ചെയ്യണം. കാരണം ഇത് അവളുടെ ചിത്രപ്പണിയാണ്. പറഞ്ഞിട്ട് കാര്യമല്ലോ, ചെറിയ കുട്ടിയാണ്. നമ്മളിങ്ങനെ വെള്ള പെയിൻറ്റ് അടിച്ചു വെച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വാർഡ്രോബും ബെഡ്റൂം വിശേഷങ്ങളും. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.